നാരായണാഖിലഗുരോ ഭഗവൻ നമസ്തേ. ഗുരുവായൂരപ്പാ ശരണം. കഴിഞ്ഞ പ്രഭാഷണത്തിൽ നവയോഗികളുടെ സംഭാഷണത്തിന് ഇനിയും നവയോഗികളുമായിട്ടുണ്ടായിട്ടുള്ള ധർമ്മത്തിൻ്റെ ചർച്ചയെ അല്പം പറഞ്ഞു വെച്ചു. അതിൻ്റെ ഒരു സാഹചര്യം പറഞ്ഞു വെച്ചു. ഏകാദശം ആരംഭിക്കുന്ന സമയത്ത് ശരിക്ക് എങ്ങനെയാണ് ശുഗമഹർഷി ആ വിഷയങ്ങളെ അടുക്കിയിരിക്കുന്നതെന്ന് നമുക്ക് അധികം പരിശോധിക്കാൻ സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അത് മനസ്സിലാക്കുമ്പോഴാണ് നിമിനവയോഗി സംവാദം വരണതിൻ്റെ ഭംഗി മനസ്സിലാവുന്നത്. ദശമസ്കന്ധത്തിൽ പ്രധാനമായിട്ടും യോഗമാർഗ്ഗമാണ് പറയണത്. ഇത് വ്യക്തമായിട്ട് മനസ്സിലാക്കണം. ഏകാദശത്തിൽ ജ്ഞാനമാർഗ്ഗമാണ് പറയണത്. യോഗമാർഗത്തിൽ പ്രകൃതിയെ സത്യമായിട്ട് കണ്ടിട്ട് അതിലുള്ള ഈശ്വരനെ പൂജിക്കാനാണ് പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ഇത്രയ്ക്ക് ലീലാവതാരങ്ങളും ഭഗവാന്റെ ലീലാവതാരം എന്നല്ല, ഭഗവാന്റെ ലീലകൾ ഇങ്ങനെ പറഞ്ഞത്. അതിൻ്റെ പ്രോബ്ലം അവിടെ കിടക്കണം. ആ ലീലയുടെ മായയിൽ കഥ മാത്രമായിട്ട് കുടുങ്ങി കിടക്കും നമ്മൾ. അതിൻ്റെ അകത്ത് കയറി നോക്കാൻ വേണ്ടിയിട്ട് അതിലെ ജ്ഞാനം എന്താണോ ദശമത്തിൽ പറഞ്ഞത് അതിൻ്റെ എക്സ്പാൻഷന് മനസ്സിലാക്കിക്കാൻ വേണ്ടിയിട്ട് ജ്ഞാനമാർഗമായിട്ടുള്ള ഏകാദശം പറയണം. രാസലീലയിൽ തമോ ഗുണ ഭക്തന്മാരുടെ ഭഗവത് പ്രാപ്തിയാണ് പറഞ്ഞത്. ഭഗവാന്റെ 16,008 സ്ത്രീകളുമായിട്ടുള്ള വിവാഹം പറഞ്ഞപ്പോൾ രജോ ഗുണത്തിൽപ്പെട്ട ഭക്തന്മാരുടെ ഭഗവത് ഭക്തി പറഞ്ഞു, പ്രാപ്തി. അതിനുശേഷം വസുദേവരുടെ യജ്ഞം, കുചേലൻ്റെ കഥ പറഞ്ഞ് സാത്വിക ഭക്തരുടെ ഭഗവത് പ്രാപ്തിയും കാണിച്ചു. ഇത് മൂന്നും യോഗമാർഗത്തിലാണ് കാണിച്ചത്. എന്താ തമോ ഗുണ ഭക്തി? നമ്മളെയൊക്കെ പോലെ എപ്പോഴും ആലസ്യം, ബുദ്ധിമുട്ട് ഒക്കെയുള്ള ആൾക്കാർക്ക് ജപിച്ചു കഴിഞ്ഞാൽ ജപിക്കാൻ ഇരുന്ന അപ്പം ഉറക്കം വരും. അങ്ങനെയുള്ളവരുടെയാണ് രാസലീലയിൽ പറയുന്നത്. അത് കഴിഞ്ഞ് രാജസഭക്തർ, ഇറങ്ങി പണിയെടുക്കുന്നവർ, ഭയങ്കര ഓർഗനൈസേഷൻ കപ്പാസിറ്റി, പൂജകളൊക്കെ ചെയ്യാൻ പറ്റുന്നവർ, യാഗങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നവർ, അവരാണ്. അവർക്കുള്ളതാണ് പിന്നെ പറഞ്ഞത്. അതിനുശേഷം ധ്യാനത്തിൽ കൂടെ, സത്വമായിട്ടുള്ള മാർഗത്തിൽ കൂടെ, സത്വഗുണത്തിൽ കൂടെ ഭഗവാനെ പ്രാപിക്കുന്നവരുടെ കഥ പറഞ്ഞു. ഇത് പറഞ്ഞതിന് ശേഷം ഈ ദശമസ്കന്ധത്തിൽ വേദസ്തുതി വരുന്നു. അപ്പോൾ നോക്കൂ, കറക്റ്റായിട്ട് തമോ ഗുണം, രജോ ഗുണം, സത്വഗുണം പറഞ്ഞിട്ട് വേദസ്തുതി വരുന്നതോട്ട് നിർഗുണരായിട്ടുള്ള ഭക്തരുടെ മുക്തിയെക്കുറിച്ച് പറഞ്ഞു. 4 കാറ്റഗറി വന്നു. ഇനി ഇതിനെ മുഴുവൻ സമ്മപ്പിക്കണം. നമ്മൾ ഈ കഴിഞ്ഞ 1-ാം സ്കന്ധം തൊട്ടിട്ട് ഈ 10 വരെ വന്നതും ആരാ സമ്മപ്പിക്കേണ്ടത്? മാസ്റ്റർ ഓഫ് ദ സെറമണി. എപ്പോഴും ഒരു പ്രോഗ്രാമിൽ അനവധി അവതാരകർ വന്നിട്ട് സംസാരിച്ച് പോയി കഴിഞ്ഞാൽ അവസാനം അതിൻ്റെ മെയിൻ അവതാരകൻ വന്നിട്ട് വേണം ഇതിനെയൊക്കെ സമ്മപ്പിക്കാൻ. അതിനായിട്ട് ഇനി ഭഗവാൻ വരും. ഭഗവാൻ വന്നത് സമ്മപ്പ് ചെയ്യുന്നതോട് കൂടിയിട്ടാണ് ഭാഗവതം അവസാനിക്കുന്നത്. സമ്മിങ്ങപ്പ് കഴിഞ്ഞ അപ്പം ഭഗവാൻ സ്ഥലം വിടുകയും ചെയ്യും. അദ്ദേഹം ഭൂമിയിൽ നിന്ന് പോയി കഴിയും. പിന്നെ അതിനുശേഷം കുറച്ച് അനുബന്ധം, നമ്മൾ പിന്നെയും ഫംഗ്ഷൻ കഴിഞ്ഞാൽ ചുറ്റിപ്പറ്റി നിൽക്കില്ലേ, അവിടെയൊക്കെ കിടന്ന് തിരിഞ്ഞ് വർത്താനൊക്കെ പറഞ്ഞ്. അപ്പോൾ അതിലൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് മാർക്കണ്ഡേയൻ്റെ കഥ പറഞ്ഞ് എത്രയും നേരം കേട്ടതിൻ്റെ അനുഭൂതിക്ക് വേണ്ടിയിട്ട് പറഞ്ഞ് അത് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ എങ്ങനെയാണെങ്കിലും ഏകാദശത്തിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് ആദ്യത്തെ അധ്യായത്തിൽ തന്നെ പുരുഷൻ പ്രകൃതിയുടെ സ്വഭാവം കാണിച്ചാൽ, പുരുഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രഹ്മനിഷ്ഠയാണ്. പുരുഷൻ എന്ന് പറഞ്ഞാൽ ശുദ്ധബോധമാണ്. ആ ബോധം പ്രകൃതി, ഈ 3 ഗുണങ്ങളും ചേർന്ന് പ്രകൃതിയുടെ മായയുടെ സ്വഭാവം കാണിക്കാൻ തുടങ്ങിയ, അത് പറയാൻ പാടില്ലാത്തതാണ്. ആണ് പെൺവേഷം കെട്ടിയാൽ യഥാർത്ഥ ജ്ഞാനത്തിന് അത് അവഹേളനമായിട്ട് തീരും. പുരുഷനായിട്ടിരിക്കണം, പ്രകൃതിയായിട്ടിരിക്കണം. സാഖ്യം കറക്റ്റ് മനസ്സിലാക്കിയാൽ ഇത് മനസ്സിലാവും. അതിൻ്റെ കുഴപ്പം കാണിക്കാൻ വേണ്ടിയിട്ട് സാമ്പനെ പെൺവേഷം കെട്ടിച്ച് ഋഷിമാരുടെ മുന്നിൽ കൊണ്ട് നിർത്തുമ്പോൾ ഋഷിമാർ ശപിച്ച് യാദവകുലത്തിൻ്റെ നാശത്തിന് വേണ്ട ആ വിത്ത് ഇടുന്നതിൻ്റെ കഥ ഫസ്റ്റ് തന്നെ അങ്ങോട്ട് പറയണം. ഫസ്റ്റ് പറഞ്ഞു കഴിയുമ്പോൾ എങ്ങനെയാണ് ഈ പുരുഷൻ പ്രകൃതിയുടെ ധർമ്മത്തിലേക്ക് വരുന്നത്, എങ്ങനെയാണ് അതിന് ഇൻഫ്ലുവൻസ് ഉണ്ടാകുന്നത്. ജ്ഞാനം കിട്ടിക്കഴിഞ്ഞ ഒരാൾക്ക് പിന്നെയും പ്രശ്നമോ, ജ്ഞാനം കിട്ടിക്കഴിഞ്ഞവർക്ക് പിന്നെയും പ്രശ്നം വരും. ഭഗവാന്റെ മടിയിലിരുന്നാൽ പോലും പ്രശ്നം വരും. ഭഗവാനെ സാക്ഷാത്കരിക്കുക എന്നുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാനെ പ്രത്യക്ഷപ്പെടുത്തുക എന്നുള്ളതല്ല. കാണുന്ന രൂപത്തിൽ ഭഗവാനെ കിട്ടിയിട്ടുള്ളവരുടെ ലൈഫിൽ പോലും എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് ധ്രുവൻ, പ്രഹ്ലാദൻ, മഹാബലി, പിന്നെ എന്താ പറയുക, ഗോപികമാർ, ഇവരുടെയൊക്കെ അനുഭവവും ദുഃഖവും പരാജയങ്ങളും ഒക്കെ വെച്ചിട്ട് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞു. എന്നിട്ടും മനസ്സിലായില്ലേന്നാ ഭാഗവതകാരൻ നമ്മളോട് ചോദിക്കണത്. അതിനായിട്ട് ശരി, ഒരു തവണ കൂടെ പറഞ്ഞുതരാം എന്ന് പറഞ്ഞിട്ട് വസുദേവർക്ക് മനസ്സിന് ചാഞ്ചല്യം വരണം പറഞ്ഞു. വസുദേവന് കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്,
രാമനെയും കൃഷ്ണനെയും നമസ്കരിച്ചിട്ട് എനിക്ക് നിങ്ങൾ ആരാന്ന് മനസ്സിലായി എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ബ്രഹ്മബോധം വന്നിട്ടുണ്ട്. എന്നാലും ഇത് മക്കളല്ലേ എന്നൊരു ചിന്ത അവിടെ മനസ്സിൽ കിടക്കുകയാണ്. അപ്പോൾ എത്ര ഉയർന്ന വ്യക്തിക്കാണെങ്കിൽ പോലും ഭഗവാനെ പ്രസവിച്ച് വളർത്തിയ ആൾക്കാർക്ക് പോലും ഈ മായയുടെ ബന്ധങ്ങൾ കൊണ്ടുണ്ടാവണ ബന്ധം അവിടെ വരികയാണ്. അങ്ങനെ വരുമ്പോൾ എന്താ, ദശമത്തിൽ 84-ാമത്തെ അധ്യായത്തിൽ വസുദേവർക്ക് ശരിക്കും ജ്ഞാനം പ്രാപ്തമായിരുന്നു എന്ന് പറഞ്ഞിട്ട് അതിന് നിഷ്ഠ പോരാത്തത് കൊണ്ട്, ജ്ഞാനം മറന്നുപോയത് കൊണ്ട് നാരദനെ വീണ്ടും കാണുമ്പോൾ ജ്ഞാനോപദേശം ചോദിക്കുകയാണ്. ആ നാരദൻ എന്ന് പറഞ്ഞാൽ സാക്ഷിയുടെ സ്വരൂപമാണ്. ആ നാരദൻ്റെ അടുത്ത് ചോദിക്കുമ്പോൾ നാരദൻ ഏതൊരു ഭാഗവത ധർമ്മത്തിനെ ശ്രദ്ധയോടെ കേട്ടുകഴിഞ്ഞാൽ മക്കളാണെങ്കിലും ഭർത്താവാണെങ്കിലും ഭാര്യയാണെങ്കിലും ആരാണെങ്കിലും ഇവരൊക്കെ നമ്മുടെ ജീവിതത്തിൽ വന്നു പോകുന്ന സന്ദർശകർ മാത്രമാണ്. ഇവർ എല്ലാറ്റിൻ്റെ മുകളിൽ മാറാതെ നിൽക്കുന്ന ഒരു വസ്തുവേ ഉള്ളൂ, അത് ബ്രഹ്മമാണ്, അത് ഭഗവാനാണ്, ആ ബോധവസ്തു മാത്രമാണ് എന്നുള്ളത് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് നിമി നവയോഗി സംവാദം പറയുന്നത്. വസുദേവൻ ഭഗവാനെ മകനാണെന്ന് കരുതിയിരുന്നത് പോലെ തന്നെയാണ് നമ്മുടെ ഈ സംസാര ജീവിതത്തിൽ വാസ്തവത്തിൽ എല്ലാം ഭഗവാനാണെങ്കിലും നമ്മളൊക്കെ ഓരോ വിദ്യാബന്ധങ്ങളെ കൊണ്ട് കെട്ടപ്പെട്ട് കിടക്കുകയുള്ളൂ. അതെൻ്റെ സുഹൃത്താണ്, എൻ്റെ കാമുകനാണ്, എൻ്റെ മകനാണ്, എൻ്റെ മകളാണ്, എൻ്റെ ഭർത്താവാണ്, എൻ്റെ ഭാര്യയാണ്, എൻ്റെ ബോസാണ്, എൻ്റെ കീഴ്ജീവനക്കാരനാണ്, ഇത് മറ്റ് ഇതെല്ലാം ഈശ്വരനാണെന്നുള്ള ഒരൊറ്റ ചിന്ത വന്നു കഴിഞ്ഞാൽ ഈ ബന്ധങ്ങളൊക്കെ അവിടെ ഇല്ലാണ്ടാവും. നമ്മൾ ജനിക്കുമ്പോഴും മരിക്കുമ്പോഴും ആർക്കും വാസ്തവത്തിൽ ആരോടും ബന്ധമില്ല. ഞാൻ 1ാമത്തെ 2ാമത്തെ ദിവസം പറഞ്ഞു, അമ്മ നമ്മളെ പ്രസവിച്ചിട്ട ഉടനെ നമ്മളെ അവിടെ നിന്ന് എടുത്തു മാറ്റി വേറൊരു വീട്ടിൽ കൊണ്ടിട്ടാൽ നമ്മൾ പിന്നെ അവിടെയാണ് വളരണത്. ആ ധർമ്മം വേറെ ആണെങ്കിൽ നമുക്ക് വേറൊരു പേരാണ്. ഇതില്ല. ഇപ്പോഴും നമ്മുടെ തലയ്ക്കൊരു ഇടിവെട്ട്, ചക്ക വീഴ്, തേങ്ങ വീഴ് ചെയ്താൽ നമ്മുടെ പേര് പോലും നമ്മൾ മറന്നുപോകും, ആരാന്ന് പോലും നമുക്ക് ഓർമ്മയുണ്ടാവില്ല. അപ്പോൾ അത്രയേ ഉള്ളൂ ഹ്യൂമൻ ലൈഫിൽ. നമ്മൾ ഈ ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞ് നമ്മുടെ എന്ന് പറഞ്ഞ് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് അത്ര ഫ്രജൈലാണ്. ഇതാരും ചിന്തിക്കുന്നില്ല. അപ്പോൾ നാരദൻ പറയുക, ഇങ്ങനെ സംസാരത്തിലുള്ള വ്യവഹാരങ്ങൾ ഭഗവാനുമായിട്ട് ബന്ധമുണ്ടാകാൻ വിഘ്നം ഉണ്ടാക്കണമെന്നാണ് പറഞ്ഞത്. നമ്മൾ ഉണ്ടാക്കണ ഈ ഓരോ റിലേഷനും ഈശ്വരൻ്റെ ശരിയായിട്ടുള്ള സ്വരൂപത്തിനെ മനസ്സിലാക്കാൻ നമ്മളെ തടയണു. ഒക്കെ ഒന്നിലധികം 2, 3, 4 ദ്വൈത വ്യവഹാരം എന്ന് പറയും, അതിലേക്ക് വലിച്ചു കൊണ്ടുപോകണു. ഇത് കാരണം കൊണ്ടാണ് നാരദൻ പറയണത് നിൻ്റെ ചോദ്യം ഉത്തമമാണ്. എപ്പോഴും ഞാൻ പറഞ്ഞല്ലോ, ഏത് കുട്ടി ചോദിച്ചാലും നല്ല ചോദ്യമാണെന്ന് പറഞ്ഞാൽ ആദ്യം അപ്രീഷിയേറ്റ് ചെയ്യണം. വസുദേവൻ അന്ന് 150-170 വയസ്സുള്ള കുട്ടിയാണ് നാരദനെ സംബന്ധിച്ചിടത്തോളം. നീ ചോദിച്ചത് നല്ല ചോദ്യമാണ്, എല്ലാവരെയും ശുദ്ധമാക്കണ ഭാഗവത ധർമ്മത്തിന് ഇനി ഞാൻ പറയാം എന്ന് പറഞ്ഞിട്ട് ഈ നിമി നവയോഗി സംവാദം പറഞ്ഞു. നിമിരാജാവിൻ്റെ കാര്യമൊക്കെ ഞാൻ പറഞ്ഞു. സീതയുടെ പൂർവികനായിരുന്നു. അദ്ദേഹത്തിൻ്റെ രാജധാനിയിൽ ഋഷഭൻ്റെ പുത്രന്മാരായിട്ടുള്ള ഈ 9 മഹത്തുക്കൾ വന്നത് സൂചിപ്പിച്ചിട്ടാണ് ഞാൻ നേരത്തെ നിർത്തിയത്. ഇതിൽ പ്രധാനമായിട്ട് പറയുന്നത്, ഒന്ന്, ഭക്തിയുടെ പാരമ്യത എന്താണ്, ഭക്തിയുടെ ഏറ്റവും ഉയർന്ന പൊസിഷൻ ഏത് സാധനാക്രമത്തിലും, ജ്ഞാനാവട്ടെ കർമ്മാവട്ടെ ഇനി വിരോധഭക്തി ആവട്ടെ, എന്ത് തരത്തിലുള്ള ഭക്തികളിലും എന്ത് തരത്തിലുള്ള ഉപാസനാക്രമങ്ങളിലും ശുദ്ധഭക്തിയുടെ ഹൈറ്റ് എന്താണ്? ഒന്നും പ്രതീക്ഷിക്കാണ്ട് ഭഗവാനെ സ്നേഹിക്കുക. പ്രതീക്ഷിച്ചിട്ട് നമ്മൾ പോയാൽ അവിടെ അത് ആരാധനയാണ്. ഇറ്റ് ബിക്കംസ് വർഷിപ്പ്, നോട്ട് ഡിവോഷൻ. ഇംഗ്ലീഷിൽ പോരാ ആ വാക്കുകൾ കറക്റ്റായിട്ട്. കാരണം ഭക്തി എന്ന് പറഞ്ഞാൽ പ്രകാശത്തിനോട് അവനവൻ്റെ സ്വരൂപത്തോട് ചേർന്ന് നിൽക്കുകയെന്ന്. അവനവൻ്റെ സ്വരൂപത്തിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു വ്യക്തിക്ക് അവനവൻ്റെ ശരീരത്തിനെയോ മനസ്സിനെയോ സുഖിപ്പിക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല, അവർക്കുണ്ടാവില്ല, ഒരു നീഡ് ഉണ്ടാവില്ല. അപ്പോൾ യഥാർത്ഥ ഭക്തി എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ, അതുകൊണ്ട് ഞാൻ പറയാറ്, നമ്മളൊക്കെ ഫാൻസ് അസോസിയേഷൻകാരാണ്. ഭഗവാന്റെ ഫാൻസ് അസോസിയേഷന് ബുദ്ധി ഉണ്ടാവില്ല. അവർ മറ്റേ ദേവതയെ ചീത്ത വിളിക്കും, അല്ലേ? അതല്ലേ പതിവ്, കൂവും കല്ലെറിയും. ഇവിടെ പോയാൽ മറ്റേ ആൾ പിണങ്ങുമോ എന്നൊക്കെയാണ് ചോദിക്കുക. ഞാൻ ഈ അമ്പലത്തിൽ മാത്രമേ പോയുള്ളൂ, അപ്പോൾ അപ്പുറത്തുള്ള അമ്പലത്തിൽ പോയില്ല, അതുകൊണ്ട് ആ ഭഗവാൻ എന്നോട് പിണങ്ങുമോ? നമ്മൾ നമ്മുടേതായിട്ടുള്ള പ്രശ്നങ്ങളെയൊക്കെ ഈശ്വരങ്കർ ആരോപിച്ച് വരും. അപ്പോൾ പ്രൈമസി ഓഫ് ഡിവോഷൻ, ഭക്തിയുടെ പാരമ്യത, അതിൻ്റെ ഗ്രേറ്റ്നെസ് അടിച്ചുറപ്പിക്കണം. അത് മോക്ഷത്തിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം ആ ഹരി, ആ ഭഗവാൻ ഗുരുവായൂരപ്പനോടുള്ള ഭക്തി തന്നെയാണ് എന്ന് ഉറപ്പിച്ച് പറയുന്നു. പക്ഷെ ആ ഭക്തി പുഷ്ടിയുള്ളതായിരിക്കണം. ആ ഭക്തി ജ്ഞാനത്തിലും വൈരാഗ്യത്തിലും അധിഷ്ഠിതമായിരിക്കണം. അല്ലാതെ ഭക്തി മാത്രമായാൽ അത് മതഭ്രാന്താവും. ഞാൻ തുടക്കത്തിലും പറഞ്ഞിട്ടുണ്ട്, വിവേകാനന്ദൻ പറഞ്ഞത്, ഇൻ ഇറ്റ്സ് ലോവർ സ്ട്രാറ്റാസ് ഭക്തി ക്യാൻ ബിക്കം ഫാനറ്റിസിസം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പല മതപദ്ധതികളിലും അതാ സംഭവിക്കുന്നത്. അടിസ്ഥാനമില്ലാത്ത ഡിവോഷൻ മാത്രമാകുമ്പോൾ മറ്റ് ധർമ്മങ്ങളെ നശിപ്പിക്കാനും കൊല്ലാനും ഒക്കെയുള്ള തോന്നൽ ഉണ്ടാവും, മതഭ്രാന്താവും. നമുക്കിന്ന് പൊളിറ്റിക്കൽ ഹിന്ദുയിസത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? നമുക്ക് ഫണ്ടമെൻ്റൽസ് അറിയില്ല.
ഫണ്ടമെൻ്റൽസ് അറിയാണ്ട് എന്തുണ്ടാക്കിയാലും സോപ്പ് ഗുണമായിരിക്കും. ആരെങ്കിലും വന്നിട്ട് സൂചി കൊണ്ട് കുത്തിക്കൽ പറഞ്ഞ് പൊട്ടിയിട്ട് ഉത്തരം പറയാൻ കിട്ടാണ്ട് മേപ്പെട്ട് നോക്കി നിൽക്കുക ചെയ്യുക. അതാണല്ലോ ഇപ്പോൾ നടക്കുന്നത്. ഇപ്പം നമ്മുടെ പുതിയ തലമുറ ചോദിക്കുന്ന ചോദ്യം തന്നെ നമുക്ക് ഉത്തരങ്ങൾ പറയാൻ പറ്റുന്നില്ല. പുറത്തുനിന്നുള്ളവർ ആക്രമിക്കുന്നത് പറയാൻ പറ്റുന്നില്ല. അതിൻ്റെ കോർ പ്രോബ്ലം എവിടെയാണ്? നമ്മുടെ അറിവില്ലായ്മയാണ് നമ്മുടെ വീക്ക്നെസ്. ആ അറിവില്ലായ്മ മാറ്റാനാണ് ഭാഗവതം പോലുള്ള ഗ്രന്ഥങ്ങൾ പഠിക്കേണ്ടത്. അപ്പോൾ ഭക്തി, ഹരിയോടുള്ള ഭക്തിയാണ് കലിയുഗത്തിൽ ഏറ്റവും എളുപ്പമാർഗം, സാധനാമാർഗം. അതിൽ തന്നെ എന്ത് സാധനയാണ് വേണ്ടത് വെച്ചാൽ നാമജപമാണ് ഏറ്റവും പ്രധാനപ്പെട്ട സാധനാമാർഗം എന്ന് പറയണം. അത് പറഞ്ഞതിന് ശേഷം ഇതൊക്കെ ഞാൻ ഇതിൻ്റെ 6 എസെൻസ് മാത്രം എടുത്തിട്ടുണ്ട്. ശ്ലോകം ബൈ ശ്ലോകമോ ടോപ്പിക് ബൈ ടോപ്പിക്കോ അല്ല പോകുന്നത്. നിമിനവയോഗി സംവാദത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് പോയിന്റുകളെ നമ്മളൊന്ന്, ഇപ്പം നമ്മൾ എന്താ പറയുക, ഇപ്പോൾ കുട്ടികൾക്ക് ചിലപ്പോൾ അറിയായിരിക്കും, എക്സൊക്കെ ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് എലോൺ മസ്ക് ഫസ്റ്റ് പ്രിൻസിപ്പിൾസിലാണ് എല്ലാം പഠിക്കുക. ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ കാശുകാരനും എന്താ പറയുക, ലോകത്തിൻ്റെ ടെക്നോളജികൾ ഒരുപക്ഷെ സ്റ്റീവ് ജോബ്സിന് ശേഷം ഇങ്ങനെ മാറ്റിമറിച്ചുകൊണ്ടിരിക്കുന്ന മസ്കാണ്. മസ്കിനെ എല്ലാവരും അന്യഗ്രഹ ജീവിയാണെന്നാണ് വിളിക്കുന്നത്. കാരണം ഒരു മനുഷ്യൻ ചെയ്യണതിൻ്റെ അപ്പുറത്തേക്ക് അയാൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം ലോകത്തിൽ ഏത് വിഷയം പഠിക്കണതും ഫസ്റ്റ് പ്രിൻസിപ്പിൾസ് നോക്കുന്നു, ബേസിക് ഘടകങ്ങൾ. ഭാഗവതം അങ്ങനെ പഠിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ഫസ്റ്റ് പ്രിൻസിപ്പിൾസിൽ പഠിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഏത് സാധാരണക്കാരനും വളരെ എളുപ്പത്തിൽ മനസ്സിലാവും. ഇത് പറഞ്ഞു കോംപ്ലിക്കേറ്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, എൻ്റെ ഫ്രഞ്ചുകാരൻ ഫ്രണ്ട് പറഞ്ഞ കഥ പറഞ്ഞില്ലേ, ഇറ്റ് ഈസ് ഈസി ടു ബി കോംപ്ലിക്കേറ്റഡ് എന്ന് പറയും മൂപ്പർ ഇടയ്ക്കിടയ്ക്ക്. അത് സത്യമാണ്. കോംപ്ലിക്കേറ്റഡ് ആയിട്ട് പറഞ്ഞാൽ അതിനാണ് മഹത്വം എന്നാണ് എല്ലാവരും വിചാരം. ലളിതമായിട്ട് പറയാൻ പഠിച്ചു കഴിഞ്ഞാൽ വളരെ എളുപ്പം. നിമിനവയോഗികൾ പറയുന്നത് തന്നെ ലളിതമാണ്. അവർ വളരെ കട്ടിയായിട്ടൊന്നുമല്ല പറയണത്. അതിലവർ ഭംഗിയായിട്ട് ചില ഘടകങ്ങൾ പറയണു. ഭക്തന്മാരുടെ ലക്ഷണം എന്താണ്, ഭാഗവത ധർമ്മം എന്താണ്, മായയെ എങ്ങനെ അതിജീവിക്കണം, അതിനുശേഷം ഈ എന്താ പറയുക അനുഷ്ഠാനങ്ങളെക്കുറിച്ച് പറയണു, ബ്രഹ്മലക്ഷണത്തിനെക്കുറിച്ച് പറയണു, കർമ്മയോഗത്തിനെക്കുറിച്ച് പറയണു. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഭഗവാന്റെ അവതാരങ്ങളെക്കുറിച്ച് വർണ്ണിക്കുന്നു. അതിനും ശേഷം നിരീശ്വരവാദികളുടെ അവസ്ഥ എന്തായിരിക്കും എന്ന് പറയണു. നിരീശ്വരവാദി എന്ന് ഉപയോഗിക്കുന്നതിനെക്കാട്ടിലും കൂടുതൽ ഭക്തിഹീനൻ എന്നാണ് പറയുന്നത്. ഭക്തിഹീനന്മാരുടെ അവസ്ഥ എന്താണ് എന്ന് പറയണു. അതേപോലെ ഓരോ യുഗങ്ങളിലും ഭഗവാനെ എങ്ങനെയാണ് ആരാധിച്ചിരുന്നത് എന്നുള്ളത് ചുരുക്കിയും പറയണു. നമുക്ക് ഇതിൻ്റെയൊക്കെ വിസ്താരങ്ങളിൽ നിന്ന് കിട്ടേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പാഠം ഇതിലൊക്കെ പറഞ്ഞ ഒരു സിംഗിൾ തോട്ട് ലൈനാണ് വരുന്നത്. ഭക്തിയാണ് കലിയുഗത്തിൽ ഏറ്റവും സുഗമമായിട്ടുള്ള മാർഗം. അതിനെ ഭംഗിയായിട്ട് ആചാര്യസ്വാമികൾ നിർവഹിച്ചിട്ടുണ്ട്. സ്വസ്വരൂപാനുസന്ധാനം ഭക്തിരിത്യവിധീയത. അവനവൻ്റെ സ്വരൂപത്തിനെ ധ്യാനിക്കുന്നതാണ് ഭക്തി എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ രണ്ടാമത്തെ വരുന്ന പ്രധാനപ്പെട്ട കാര്യം, ആത്മജ്ഞാനം ഉണ്ടാകുമ്പോൾ മാത്രമേ ഭഗവാന്റെ നിജസ്വരൂപത്തിനെ നമുക്ക് തിരിച്ചറിയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ജ്ഞാനത്തിനെ തള്ളിക്കളഞ്ഞുള്ള ഭക്തി കൊണ്ട് മോക്ഷം കിട്ടില്ല. അവനവനെ അറിയാം. ഞാൻ ആരെന്ന് അന്വേഷിക്കാനാണ് രമണ മഹർഷി പറഞ്ഞത്. ഞാൻ ആര് ഒരാഗ്രഹം ഉണ്ടെങ്കിൽ എൻ്റെ ആഗ്രഹം, ഈ ഞാൻ എന്ന് പറഞ്ഞാൽ ആരാ, എൻ്റെ ശരീരമാണോ, എൻ്റെ മനസ്സാണോ, അല്ല എന്ന് ഉത്തരം കിട്ടും. അവസാനം ഒരു ബോധത്തിൽ ചെന്ന് നിൽക്കും. ഈ ഇൻട്രോസ്പെക്ഷൻ എന്ന് പറയും. അകത്തേക്ക് പോയി കഴിഞ്ഞാൽ ആ ആത്മജ്ഞാനം കിട്ടുമ്പോൾ മാത്രമാണ് നമുക്ക് ഒരിക്കലും മാറാതെ അനുസ്യൂതമായി നിൽക്കുന്ന ഹ്യൂമൻ കോൺഷ്യസ്നസ് ബോധത്തിനെ കുറിച്ച് പഠിക്കാൻ പറ്റും. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു, 1983 വന്ന ഒരു ഫൈൻഡിങ് US ഗവൺമെൻറ് എംബാർഗോ ചെയ്ത് വെച്ചിരുന്നു മിലിറ്ററി ലാബറട്ടറിയിൽ. ഹ്യൂമൻ കോൺഷ്യസ്നസ് നെവർ ഡൈസ്. ഹ്യൂമൻ കോൺഷ്യസ്നസ് ഒരിക്കലും മരിക്കുന്നില്ല. അത് ഒരു തുടർച്ചയായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ എംബാർഗോയുടെ സ്റ്റോറി കഴിഞ്ഞ ദിവസമാണ് ഡെയിലി ടെലിഗ്രാഫും സ്റ്റേറ്റ്സ്മാൻ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കണ്ടത്. ഇപ്പോഴാണ്, ഇത്രയും വർഷത്തിന് ശേഷം ഇപ്പോഴാണ് അവരത് ക്ലാസിഫൈഡ് എന്നുള്ളത് മാറ്റി, രഹസ്യം എന്നുള്ളത് മാറ്റിയിട്ട് പുറത്ത് വിട്ടിരിക്കുന്നത്. അപ്പോൾ സായിപ്പ് പറഞ്ഞുകൊണ്ട് നമുക്കിനി ഉപനിഷത്തിലൊക്കെ പറഞ്ഞതൊക്കെ വിശ്വസിക്കാം. ബോധം എന്നുള്ളത് മാറാതെ നിൽക്കുന്ന നാശമില്ലാത്ത വസ്തുവാണെന്ന്. അതിനുശേഷം മൂന്നാമതായിട്ട് മായയുടെ റോൾ എന്താണ് എന്ന് പഠിപ്പിക്കണം. ആ മായയുടെ സ്വഭാവം എന്താണ്, മായയെ എങ്ങനെ തിരിച്ചറിയണം എന്നുള്ളതിനുള്ള പ്രാക്ടിക്കലായിട്ടുള്ള കുറേ കാര്യങ്ങൾ അവരുടെ ഉപദേശങ്ങളിൽ വരുന്നുണ്ട്. അതുമാത്രമല്ലാതെ എന്താണ് സൃഷ്ടിയിൽ ഈശ്വരൻ്റെ പങ്ക്. ഈശ്വരൻ വാസ്തവത്തിൽ ചെയ്തിരിക്കുന്നത് ഒരു ഫുള്ളി എക്യുപ്ഡ് ആയിട്ടുള്ള ഒരു ഓട്ടോണമസ് മെഷീനെ ഉണ്ടാക്കി വിട്ടിരിക്കുന്നു. പ്രകൃതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോണമസ് ആയിട്ട് അതിൻ്റെ തന്നെ നിയമാവലികളുള്ള, സ്വയം ഭരണാവകാശമുള്ള, സ്വയം അധികാരം കൈയാളുന്ന, താൻ തന്നെ തെറ്റും ശരിയും ഇന്നതെന്ന് തീർപ്പ് കൽപ്പിക്കുന്ന ഒരു മെഷീനറിയാണ്. അതിൽ തന്നെയാണ് റിവാർഡും പണിഷ്മെൻറ്റും ഒക്കെ കൊടുക്കുന്നത്. പക്ഷെ നമ്മൾ പാവം ഭഗവാനെ പറയും, ഭഗവാൻ ഇത് ചെയ്തു അത് ചെയ്തു, ലോകത്തിൽ ഇത്ര പേരെ കൊന്നു,
ഈ കലാമിറ്റി ഉണ്ടാക്കി, ഈ യുദ്ധം ഉണ്ടാക്കി, ഇതൊക്കെ ഈശ്വരൻ്റെ തലയ്ക്കാണ്. ഈശ്വരൻ പ്രകൃതിയിൽ ഇടപെടുന്നില്ല. ഈശ്വരൻ പ്രകൃതിയിൽ ഇടപെട്ട സാമ്പൻ്റെ അവസ്ഥയോ? ഈശ്വരൻ പ്രകൃതിയിൽ ഇടപെടില്ല. പുരുഷൻ പ്രകൃതിയിലേക്ക് ഇടപെടുന്നില്ല. പുരുഷൻ സാക്ഷി മാത്രമാണ്. രാധ ചെയ്യണ കാര്യങ്ങളിൽ കൃഷ്ണൻ ഇടപെടില്ല. ലക്ഷ്മി ചെയ്യണ കാര്യങ്ങളിൽ നാരായണൻ ഇടപെടില്ല. ശക്തി ചെയ്യണ കാര്യങ്ങളിൽ ശിവൻ ഇടപെടുന്നില്ല. സാക്ഷിയാണ്, സാക്ഷിയാണ്, സാക്ഷിയാണ്. ഇവർ ചേർന്ന പ്രശ്നമാണ്. ചേരിയാച്ചാൽ ഇടപെട്ടാൽ പ്രശ്നമാണ്. രണ്ടുപേരുടെ റോളും ഡിസ്റ്റിങ്ക്റ്റാണ്. അപ്പം മായയുടെ പ്രവൃത്തി എന്ന് പറയുന്നതും പുരുഷൻ്റെ പ്രവൃത്തി എന്ന് പറയുന്നതും, പ്രകൃതിയുടെ പ്രവൃത്തി പുരുഷൻ്റെ പ്രവൃത്തി എന്ന് പറയുന്നതും വേർതിരിച്ചറിയാൻ പഠിപ്പിക്കുന്നു. നാലാമതായിട്ട് കർമ്മത്തിൻ്റെ മാർഗം എന്താണ്? കർമ്മം എങ്ങനെ അനുഷ്ഠിക്കണം? ഗീതയിൽ കർമ്മണ്യേവാധികാരസ്ഥേ മാ ഫലേഷു കഥാചന എന്നൊരൊറ്റ ആ ശ്ലോകത്തിൽ പറഞ്ഞു വെച്ച കാര്യത്തിനെ വിസ്തരിച്ചിട്ട് ഇവിടെ പറയുന്നു. ഒരുത്തൻ അവൻ്റെ ധർമ്മം അനുഷ്ഠിച്ചേ പറ്റൂ. കർമ്മത്തിൽ നിന്ന് ആർക്കും ഒളിച്ചോടാൻ പറ്റില്ല. അനവധി കാലം, പ്രത്യേകിച്ച് ഭക്തിപ്രസ്ഥാനത്തിൻ്റെ കാലത്ത് ഭാരതത്തിൽ സംഭവിച്ച ഏറ്റവും വലിയ അപകടം എന്താ വെച്ചാൽ ഈ കർമ്മണ്യവാധികാരസ്ഥ എന്നുള്ള ശ്ലോകത്തിനെ ദുർവ്യാഖ്യാനം ചെയ്ത് ജനങ്ങളെ നാടൻ ഭാഷയിൽ പറഞ്ഞ ചോമ്പേരികളാക്കി. അതുകൊണ്ട് എന്തുണ്ടായി? ഭീകരമായിട്ടുള്ള അടിമത്തം വന്നുകൂടി. വീരരായിട്ടുള്ള ഭക്തരുണ്ടാവുന്നതിന് പകരം ദൈന്യരായിട്ടുള്ള ഭക്തരുണ്ടായി. ദീനതയാണ് ഭക്തിയുടെ ലക്ഷണം എന്ന് പഠിപ്പിച്ചു വെച്ചു. അത് പ്രത്യേകിച്ച് കൃഷ്ണഭക്തിയിലാണ് ആ ഡേഞ്ചർ സംഭവിച്ചത്. ഭാഗ്യത്തിന് ശൈവത്തിലോ ദേവിയുടെ ശാക്തയത്തിലോ അത് സംഭവിച്ചില്ല. കൃഷ്ണഭക്തി കൊണ്ട് ആത്മവീര്യം ചോർന്നു പോകുന്ന തരത്തിൽ വ്യാഖ്യാനിച്ചു ഭാഗവതത്തിനെയും ഭക്തിയുടെ മറ്റ് ഗ്രന്ഥങ്ങളെയൊക്കെ. കൃഷ്ണൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ആള്. ഞാൻ നേരത്തെ കഴിഞ്ഞ പ്രഭാഷണത്തിൽ പറഞ്ഞ ആ ആളെയാണ് ആരാധിച്ചിട്ട് നമ്മൾ ദീനരാകുന്നത്. എന്തൊരു വിരോധാഭാസമാണെന്ന് ആലോചിച്ച് നോക്കൂ. അപ്പം ഇവിടെ കർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൈഷ്കർമ്മ്യം എന്ന് പറയുന്നത് അറ്റാച്ച്മെൻ്റ് ഇല്ലാണ്ട് ചെയ്യേണ്ട കർമ്മത്തിനെയാണെന്ന് പറഞ്ഞു കൊടുത്തില്ല. കർമ്മം ചെയ്യാണ്ടിരിക്കുകയാണെന്നാണ് പഠിപ്പിച്ചത്. റിസൾട്ട് ഇച്ഛിക്കാതെ കർമ്മം ചെയ്യാൻ പറയും. പെട്ടെന്ന് കേൾക്കുമ്പോൾ നമുക്കിത് എങ്ങനെയാണെന്ന് മനസ്സിലാവില്ല. പ്രോസസ്സിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക അർജുന എന്നാണ് ഭഗവാൻ പറഞ്ഞത്. അത് തന്നെയാണ് നിമിയുടെ അടുത്ത് നവയോഗികളും പറയണത്. നമ്മൾ ഒരു കാര്യം ചെയ്യാൻ പോകുമ്പോൾ അതിൻ്റെ ഫൈനൽ ഇങ്ങനെ ആയാൽ മതിയായിരുന്നു, അത് അങ്ങനെ ആയാൽ മതിയായിരുന്നു പറഞ്ഞതിന് പകരം അതിന് 1, 2, 3, 4, 5, 6, 7, 8, 9, 10 എന്ന് 10 സ്റ്റെപ്പ് ഉണ്ടെങ്കിൽ ആ ഓരോ സ്റ്റെപ്പും പൂർണ്ണമായിട്ടുള്ള അർപ്പണ ബുദ്ധിയോട് കൂടിയിട്ട് നമ്മൾ അതിൽ ശ്രദ്ധിച്ച് ചെയ്താൽ താനെ 10ാമത്തെ സ്റ്റെപ്പ് കഴിയുമ്പോൾ അവിടെ ഉണ്ടാവേണ്ടത് ഉണ്ടായിരിക്കും. അപ്പോൾ ഫലത്തിനെക്കുറിച്ച് ആലോചിച്ചിട്ടല്ല കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ പഠിക്കുകയാണെങ്കിലും ജോലി ചെയ്യണമെങ്കിലും ഈ വിധത്തിൽ ചെയ്താൽ അതവിടെ ഉണ്ടാവും. പിന്നെ അത് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതിൻ്റെ പൂർണ്ണത നമ്മുടെ പൂർവ്വകർമ്മത്തിനനുസരിച്ചിട്ടും ഇരിക്കും. നമ്മൾ മുമ്പ് മറ്റുള്ളവരുടെ കർമ്മങ്ങളിൽ തടസ്സപ്പെടുത്തലുകൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന റിസൾട്ടിലും അതിൻ്റെ വ്യത്യാസങ്ങളുണ്ടാവും. അതുകൊണ്ട് എന്ത് റിസൾട്ട് വന്നാലും അതിനെ ആക്സെപ്റ്റ് ചെയ്യുക. അത് കിട്ടിക്കഴിഞ്ഞാൽ അതിനെയും അനുഭവിക്കരുത്. അത് നന്മയാണെങ്കിലും തിന്മയാണെങ്കിലും അതിനെയും ഭഗവാന് സമർപ്പിച്ചേക്കണം. അപ്പം നോൺ അറ്റാച്ച്മെൻറ്റോട് കൂടിയിട്ട് ഇത് ചെയ്യാൻ പഠിക്കണമെങ്കിൽ ലളിതമായ മാർഗം നമ്മൾ സാധാരണക്കാർക്ക് ഗൃഹസ്ഥർക്ക് എന്ത് ചെയ്യുന്നതും ഭഗവാന് സമർപ്പിച്ച് ചെയ്യുക. അത് ആദ്യമേ പഠിക്കുക, കുട്ടികളെയും പഠിപ്പിക്കുക. അത് ചെയ്യാൻ പഠിപ്പിക്കുകയാണ് ഏറ്റവും പ്രധാനം. ഇപ്പം ഞാൻ പറയലേ, ഒരു ഓട്ടോറിക്ഷക്കാരൻ്റെ അടുത്ത് നമ്മളൊരു സ്ഥലത്ത് പോയിട്ട് ഇറങ്ങിയിട്ട് അയാളുടെ ജോലിയാണ് ചെയ്യണത്, അയാളുടെ കൂലിയാണ് നമ്മൾ കൊടുക്കണമെങ്കിലും ആ കൊടുക്കുന്ന പൈസയോടൊപ്പം ഒരു നന്ദി വാക്ക് പറഞ്ഞാൽ അതൊരു സമർപ്പണമാണ് അവിടെ. അതേപോലെയാണ് എന്തും. അതൊരു പ്രോപ്പർ എക്സാമ്പിളൊന്നുമല്ല, എന്നാലും ഞാൻ പറയാണ്, അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ എന്തിലും നല്ലത് കിട്ടിയാലും ചീത്ത കിട്ടിയാലും ഭഗവാനോട് നന്ദി പറയാൻ പഠിക്കുക. നല്ലത് കിട്ടിയാൽ പൂർവ്വകർമ്മത്തിലെ പുണ്യത്തിനെയാണ് അനുഭവിക്കുന്നത്. ഭഗവാനെ അതെനിക്ക് തന്നു, സന്തോഷമായി. ആ സന്തോഷത്തിനെയും ആ കർമ്മത്തിനും ഞാൻ നിനക്ക് തരുന്നു. ആരെങ്കിലും അവഹേളിച്ചോ വേദനിപ്പിച്ചോ മുറിപ്പെടുത്തിയോ ജീവിതത്തിൽ ദുരന്തം ഉണ്ടായോ, പൂർവ്വകർമ്മം കൊണ്ടാണ് സംഭവിച്ചിട്ടുള്ളത്. ഭഗവാനെ എൻ്റെ അത്രയും തീർത്തു തന്നല്ലോ, അതിൽ നിന്നുണ്ടാവുന്ന വേദനയും അതിൽ നിന്ന് എനിക്ക് കിട്ടിയ പാഠത്തിനെയും ഞാനിത് അങ്ങേക്ക് സമർപ്പിക്കണോ ഇവർ കൊടുക്കുക. രജനി സാർ പറഞ്ഞ മാതിരി പോയിട്ടേ ഇരിക്കണം എന്ന് പറയും. മൂപ്പർ നോക്കാനേ പാടില്ല, പോയിട്ടേ ഇരിക്കണം, അങ്ങനെ പോയിട്ടേ ഇരിക്കണം, അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കണം, നിർത്തരുത്, എവിടെയും നിൽക്കരുത്, അങ്ങനെ ഒഴുകണം. ആ ഭഗവാൻ എന്ന് പറഞ്ഞ മഹാനദിയിൽ നമ്മളൊക്കെ പൊങ്ങുതൊടികൾ പോലെ ഒഴുകി പോവാണ്. നിസ്സഹായരാണ് നമ്മൾ. ആ നിസ്സഹായത പക്ഷെ നമ്മളെ ദൈന്യരാക്കാനല്ല, ശക്തിപ്പെടുത്താനായിരിക്കണം. സമർപ്പണം ശക്തിപ്പെടുത്താനായിരിക്കണം. പ്രായോഗികമായിട്ടുള്ള വേദാന്തം പരിശീലിക്കുകയും വേണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മളെ തല്ലാനോ വെട്ടാനോ കുത്താനോ ബ്രഹ്മമാണ് വരണമെങ്കിലും നമ്മളാകണ ബ്രഹ്മം, ആയുധമാകണ ബ്രഹ്മം എടുത്തിട്ട് പ്രയോഗിച്ചെന്നെ പറ്റൂ. ഭഗവാൻ ചെയ്യരുത് പറഞ്ഞില്ല, അർജുനെ കൊണ്ട് യുദ്ധം ചെയ്യിപ്പിക്കുക ചെയ്ത്.
ചോമ്പേരിത്തരം പഠിപ്പിച്ചിട്ടില്ല കൃഷ്ണൻ. അപ്പം ഭഗവാനെ അങ്ങനെ മിസ്ഇൻ്റർപ്രറ്റ് ചെയ്യുന്നതിൽ പരം വലിയൊരു ക്രൈം വേറെ ഇല്ല. അത് കഴിഞ്ഞ 300-400 കൊല്ലങ്ങളിൽ ഭാരതത്തിൽ പലരും ചെയ്തു വെച്ചതിൻ്റെ ഫലം നമ്മൾ അനുഭവിക്കുകയും ചെയ്തു. അതിനുശേഷം 5ാമത്തെ പ്രധാനപ്പെട്ട യഥാർത്ഥത്തിലുള്ള ആരാധനയുടെ രീതികൾ പറയുന്നു. എങ്ങനെയായിരിക്കണം ഭഗവാനെ ആരാധിക്കേണ്ടത് ഓരോ യുഗങ്ങൾക്കനുസരിച്ചിട്ട്. കൃതയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം എന്നിങ്ങനെ ഉള്ള കാലങ്ങളിൽ ഓരോ രീതികൾ പറഞ്ഞു. കൃതയുഗത്തിലൊക്കെ ധ്യാനമൊക്കെയാണ്, ത്രേതായുഗത്തിൽ വരുമ്പോൾ യാഗാദികളായി, ദ്വാപരയുഗത്തിൽ പൂജാകർമ്മങ്ങൾക്കൊക്കെയാണ് പ്രാധാന്യം വന്ന്, കലിയുഗത്തിൽ നാമജപം എന്ന് പറഞ്ഞു. ഈ ഭാഗത്ത് ഞാൻ പ്രോമിസ് ചെയ്തിട്ടുണ്ടായിരുന്നു, യുഗങ്ങളെക്കുറിച്ച് പറയണ സമയത്ത് നമ്മൾ തുടക്കത്തിൽ ബ്രഹ്മാവിൻ്റെ കാലവർണ്ണനയൊക്കെ പറയണ സമയത്ത് പറഞ്ഞിരുന്നു യുഗങ്ങളെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാം, ചുരുക്കി പറയാം. വാസ്തവത്തിൽ യുഗങ്ങൾ നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് നടക്കണതാണ്, നമ്മുടെ ഉള്ളിൽ, ശരീരം എന്നല്ല നമ്മുടെ ഉള്ളിൽ നടക്കണതാണ്. നമ്മൾ മനസ്സ് വളരെ തെളിഞ്ഞിരിക്കുമ്പോൾ, സത്വഗുണം വർദ്ധിച്ചിരിക്കുമ്പോൾ അത് കൃതയുഗമാണ്. സത്വഗുണം വർദ്ധിച്ചിരിക്കുമ്പോൾ നമുക്ക് ധ്യാനിക്കാൻ പറ്റും. നമുക്ക് മനസ്സൊന്നും അലട്ടുന്നില്ല, വളരെ ശാന്തമാണ് മനസ്സ്, വളരെ സുഖമായിട്ട് പെട്ടെന്ന് തന്നെ ഭഗവത് സ്വരൂപത്തിൽ നമ്മുടെ മനസ്സിനെ നമുക്ക് കൊണ്ടുപോയിട്ട് നിർത്താൻ പറ്റും. ധ്യാനം സംഭവിച്ചില്ലെങ്കിലും ധാരണയെങ്കിലും ശീലിക്കാൻ പറ്റും. അതുകൊണ്ട് ആ സമയത്ത് കൃതയുഗമാണ് നടക്കണമെന്ന് തീരുമാനിച്ചു വേണം. ചില സമയത്ത് നമുക്ക് ഇറങ്ങി പണിയെടുക്കണം തോന്നുന്നു, എന്തെങ്കിലുമൊക്കെ ചെണ്ട അമ്പലത്തിൽ വരുന്നു, അടിച്ചു വരണു, ഇവിടെ മാലകൾ കെട്ടണു, പൂജയ്ക്ക് സഹായിക്കണു. അപ്പം നിങ്ങളുടെ ഉള്ളിൽ നടക്കുന്നത് ത്രേതായുഗമാണെന്ന് മനസ്സിലാക്കിക്കൂടുക. നിങ്ങൾ യാഗാദികളൊക്കെ ചെയ്യുക, അല്ലെങ്കിൽ അതിൻ്റെ ഭാഗമാക്കാവുക, ഇങ്ങനെയൊക്കെ ചെയ്ത് ഓർഗനൈസ് ചെയ്യുക. എന്തും വലിയ വലിയ ഗ്രൂപ്പുകളെ കൊണ്ട് ഓർഗനൈസ് ചെയ്യിപ്പിച്ചിട്ട് ഈശ്വരാരാധനയ്ക്ക് സത്സംഗങ്ങളും മറ്റും സംഘടിപ്പിച്ച് ചെയ്യുന്നതൊക്കെ നമ്മുടെ കാലഘട്ടത്തിൽ ആ സമയത്ത് ശരീരത്തിൽ ത്രേതായുഗമാണ് നടക്കണത്, നമ്മളിൽ നടക്കണമെന്ന് മനസ്സിലാക്കണം. ഇനി ചില നേരങ്ങളിൽ അപ്പോൾ എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ ആദ്യം ശുദ്ധ സത്വഗുണമാണ് കൃതയുഗത്തിൽ. ത്രേതായുഗം വരുമ്പോൾ അതിലേക്ക് കുറച്ച് രജോഗുണം കയറി രജോഗുണം അധികരിച്ചങ്ങോട്ട് നിൽക്കും. സത്വഗുണം കുറച്ചേ ഉണ്ടാവുള്ളൂ, എന്നാൽ ഡിവോഷൻ ഉണ്ട്. പക്ഷേ ഈ രജോഗുണത്തിൽ നിൽക്കുമ്പോഴൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ത്രേതായുഗത്തിൽ നമ്മളാണ് ഇത് ചെയ്യണമെന്ന് നമ്മൾ 10 പേരെ കാണിക്കാൻ നോക്കും. ഞാനിവിടെ ഭരണത്തിലിരുന്ന കാലത്താണ് അന്ന് ആ സംഭവമൊക്കെ അവിടെ ഞങ്ങൾ ചെയ്തത്, ഞങ്ങൾ അത് ഓർഗനൈസ് ചെയ്തു, ഇത് ഓർഗനൈസ് ചെയ്തു എന്നൊക്കെ പറഞ്ഞ ആൾക്കാരെ കണ്ടിട്ടില്ലേ? അത് ഈ ത്രേതായുഗത്തിൻ്റെ ഒരു സൈഡ് ഇഫക്റ്റാണ്. ശരീരത്തിലുള്ള നമ്മളിലുള്ള ത്രേതായുഗത്തിൻ്റെ സൈഡ് ഇഫക്റ്റാണ്. ഇനി രജോഗുണം മാത്രമായിട്ട് നിന്നിട്ട് അതിലേക്ക് തമോ ഗുണം കലരാൻ തുടങ്ങും. കുറച്ച് ആലസ്യമുണ്ട്, വേണോ? എന്നാലും വേണം. നമ്മൾ പറയില്ലേ വയ്യാണ്ടാണെങ്കിൽ ഞാനത് പോയിട്ട് ചെയ്തു എന്ന് പറയും. ഇത് രണ്ടും കൂടെ മിക്സായിട്ട് നിൽക്കുന്ന സമയമാണ്. ആ സമയമായാൽ ദ്വാപരത്തിൽ വരുമ്പോൾ എലോബറേറ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ പൂജ, ഒരു ചെറിയ പൂജ കാര്യങ്ങൾ ഇങ്ങനത്തെ നമ്മൾ സാധാരണ ഇന്ന് നമ്മൾ അനുവർത്തിച്ച് വരുന്ന ധൂപം കത്തിച്ച് അഗ്നി കൊടുത്ത് അത് വായു കൊടുത്ത് ജലം കൊടുത്ത് പൃഥ്വി തത്വമായിട്ടുള്ള ഗന്ധം കൊടുത്ത് ചന്ദനം കൊടുത്ത് ഹൃദയം അഥവാ ആകാശതത്വമായിട്ടുള്ള പുഷ്പം കൊടുത്ത് ചെയ്യണ പൂജകളൊക്കെ ദ്വാപരമാണ്. അപ്പോൾ ദ്വാപര യുഗത്തിൽ പൂജയ്ക്കാണ് പ്രാധാന്യം വരും. ഇനി ചില സമയത്ത് ഭയങ്കര ഉറക്കം വരും, വയ്യ, ഒന്നിനും വയ്യ, അപ്പം ചെയ്യാവുന്ന ഈശ്വരാരാധന, തമോ ഗുണം അതിൻ്റെ മാക്സിമത്തിൽ നിൽക്കുക. അപ്പം കലിയുഗമാണ് ശരീരത്തിൽ നടക്കണമെന്ന് മനസ്സിലാക്കിക്കൊള്ളണം. പിന്നെ വെറുതെ പൊട്ടം കടിച്ച സ്വഭാവം എന്ന് പറയും. വെറുതെ ഇരിക്കുമ്പോൾ ആൾക്കാരോടൊക്കെ തട്ടിക്കയറുക, നല്ല വാക്ക് ചായ വേണോ എന്ന് ചോദിച്ചാൽ ഉടനെ ആരപ്പോൾ ചായ ചോദിച്ച് എന്ന് പറഞ്ഞിട്ട് ബഹളം ഉണ്ടാക്കുക. ഇങ്ങനെയൊക്കെയുള്ള ഇങ്ങനെ ഇഞ്ചി കടിച്ച മാതിരി ഇരിക്കുക എന്നൊക്കെ പറയും നാടൻ ഭാഷയിൽ. അങ്ങനെ ഇരിക്കുന്ന സമയം കലിയാണ്, കലി ലഹളയാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, കലി ലഹളക്കാരനാണ്. ആ സമയത്ത് മനസ്സടക്കാനുള്ള മാർഗം നാമം ജപിക്കുക. കോപം വരുമ്പോൾ നാമം ജപിക്കുക. നാമം അതാണ് കലിയുഗത്തിൽ നാമജപമാണ്. അല്ലാണ്ട് എല്ലാ സമയത്തും നാമം മാത്രം ജപിച്ചാൽ എന്ന് പറഞ്ഞില്ല. അങ്ങനെയാണെങ്കിൽ എല്ലാവരും നാമം ജപിച്ചാൽ മതിയല്ലോ. നമ്മളൊന്നും ഇങ്ങനത്തെ യത്നങ്ങളൊന്നും നടത്തേണ്ട ആവശ്യമില്ല അല്ലേ? അപ്പം നമ്മുടെ ശരീരത്തിൻ്റെ സ്റ്റേറ്റ് അനുസരിച്ചിട്ട് നമ്മുടെ അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് ഈ സത്വരജസ്തമോ ഗുണങ്ങളാണെന്ന് 1-ാമത്തെ സ്കന്ധം തൊട്ട് ഇങ്ങനെ പറഞ്ഞു വരികയാണ്. ഇതിനെ ഒബ്സർവ് ചെയ്യാൻ പഠിപ്പിക്കലാണ് നമ്മുടെ അകത്തുള്ള നാരദനെ ഉണർത്തിയാൽ കിട്ടുക. സാക്ഷി നമ്മളിങ്ങനെ ശ്രദ്ധിക്കുക. അപ്പോൾ നാരദൻ കാണും, അതിനനുസരിച്ച് ഉപദേശങ്ങൾ കിട്ടും. അതിനനുസരിച്ചിട്ട് ഉപാസനയും ഘടിപ്പിച്ച് ഒന്നിനും കുടുങ്ങരുത്. ഇന്ന വഴി നമുക്ക് എങ്ങനെയാണോ ആത്യന്തിക ഒറ്റ ലക്ഷ്യമുള്ളൂ, ഭഗവാനെ സ്മരിക്കുക. അതെങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല. ശരീരത്തിൻ്റെ സ്റ്റേറ്റ് ഓഫ് ബീയിങ് അനുസരിച്ച് ഒരിക്കലും പണ്ട് എനിക്കിതൊക്കെ സാധിച്ചിരുന്നു, ഭഗവാനെ എനിക്കിപ്പോൾ എന്നെ കൊണ്ട് പറ്റണില്ല, അങ്ങനെ ഒന്നും റിഗ്രറ്റേ പാടില്ല. കാരണം ഈ റിഗ്രറ്റ് ഈഗോ ആണ്. ഞാൻ കഴിഞ്ഞ കുറേ ദിവസം മുമ്പ് പറഞ്ഞിരുന്നു, ഈഗോ എന്ന് പറഞ്ഞാൽ അഹങ്കാരം മാത്രമല്ല, എന്നെ കൊണ്ട് പറ്റില്ല, എനിക്കിതൊന്നും പറഞ്ഞിട്ടില്ല, എൻ്റെ സാഹചര്യങ്ങൾ ഇങ്ങനെയാണ്, ഇതൊക്കെ പറയണത് ഈ അഹങ്കരിക്കണവനെക്കാട്ടിലും വലിയ ഈഗോ ആണ്. അത് ആധ്യാത്മികതയിൽ ആദ്യത്തെ ഈ അഹങ്കാരത്തിനെക്കാട്ടിലും വലിയ വിഷമാണ്, എന്നെക്കൊണ്ടൊന്നും പറ്റില്ല എന്നുള്ളത്. അതുകൊണ്ട്
ഭഗവാനിലേക്ക് സമർപ്പിച്ച് അദ്ദേഹമാണ് ശക്തി എന്ന് മനസ്സിലാക്കി അർജുനെ എങ്ങനെയാണോ സന്ദർഭകാലത്തിൽ കൊണ്ടുപോകണം, അതുമാതിരി ഭഗവാൻ നമ്മളെ ആ ഭൂമാവായിട്ടുള്ള ഭഗവാന്റെ അടുത്ത് എത്തിക്കും എന്നുള്ള പൂർണ്ണബോധത്തോട് കൂടിയിട്ട് മുന്നോട്ട് പോകണം. അപ്പം നമ്മൾ ചെയ്യണ ചിട്ടയ്ക്കും ചടങ്ങിനും ആചാരത്തിനും ഭക്തിക്കും ഒക്കെ ഉള്ള അടിസ്ഥാനങ്ങൾ അവിടെ പറഞ്ഞു കൊടുക്കണം. മാത്രമല്ല അവസാനം ആ യോഗി പറയണ് അത് മുഴുവൻ ഭഗവാന് സമർപ്പിക്കണം എന്ന് പറയണം. അവിടെ ഞാൻ സ്ഥിരം പറയാനുള്ള നമ്മൾ എല്ലാ ദിവസവും അവസാനിപ്പിക്കുമ്പോൾ ചെല്ലുന്ന ശ്ലോകം കായേന വാച, ശരീരം കൊണ്ട് നമുക്ക് 3 വസ്തുക്കളേ ഉള്ളൂ: മനസ്സ്, വാക്ക്, ശരീരം. അതിനാണ് ത്രിവിധ കരണങ്ങൾ എന്ന് പറയുന്നത്. ഈ 3 കൊണ്ടേ മനുഷ്യന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. ഇതിലെന്തിനെങ്കിലും തകരാറ് വന്നാൽ കഴിഞ്ഞു. ഇത് 3നെയും ഭരിക്കണത് ഈ 3 ഗുണങ്ങളാണ്: സത്ത്, രജസ്, തമോ ഗുണങ്ങൾ. ഈ 6 പേരെയും വെച്ചിട്ടാണ് നമ്മുടെ കളി. അതിനെ വർക്ക് ചെയ്യിപ്പിക്കുന്ന പ്ലഗ് പോയിന്റുകളാണ് ഈ 6 ചക്രങ്ങൾ. ശരിക്കും നമുക്ക് 119 ചക്രമുണ്ട് ശരീരത്തിൽ. അതൊക്കെ യോഗികൾക്കേ തിരിച്ചറിയാൻ പറ്റുള്ളൂ. അത് തിരിച്ചറിഞ്ഞിട്ടുള്ള ഒരാളെ ഈ ഭൂമണ്ഡലത്തിലോ ഈ ലോകത്തിലോ ഉണ്ടായിട്ടുള്ളത് മഹാദേവനാണ്. അപ്പോൾ അമ്മയെ കല്യാണം കഴിച്ചുകൊണ്ട് വന്നപ്പോൾ യോഗവിദ്യയൊക്കെ പഠിപ്പിക്കും. പഠിപ്പിക്കുമ്പോൾ അമ്മ സ്ത്രീകൾക്ക് എപ്പോഴും ഒരു ആർഗ്യുമെൻ്റ് ഉള്ളൊരു ടെൻഡൻസി ഉണ്ടാവുമല്ലോ. അമ്മ പറഞ്ഞു അതെങ്ങനെയാണ് അപ്പോൾ 119 എന്ന് പറയുക മഹാദേവ, 120 ഉണ്ടായിക്കൂടെ എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞല്ല 119 ഉള്ളൂ ഉമ്മേ. അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ, അങ്ങനെ അടിച്ചങ്ങനെ പറയും. അപ്പോൾ മൂപ്പര് പറഞ്ഞു അല്ല അത് അത്രേ ഉള്ളൂ, ഞാനൊന്ന് നോക്കട്ടെ 120ാമത്തെ കണ്ടുപിടിക്കാൻ പറ്റുമെന്ന്. അമ്മ അങ്ങനെ വർഷങ്ങൾ ശ്രമിച്ചു അത്രേ. അവസാനം വന്നിട്ട് പറഞ്ഞു ഭഗവാനെ സത്യമാണ് അങ്ങ് പറഞ്ഞു 119 ഉള്ളൂ. ആ 119 എണ്ണത്തിലെ ഒന്നൊക്കെ അല്പം സാക്ഷാത്കരിച്ചവരാണ് നമ്മൾ ആദരിക്കുന്ന പല രോഗഗുരുക്കന്മാർ. അപ്പോൾ ഈ 119 സാക്ഷാത്കരിച്ച മഹാദേവൻ്റെയും അതിൻ്റെ സ്രോതസ്സായി നിൽക്കുന്ന നാരായണൻ്റെയൊക്കെ അവസ്ഥ ആലോചിച്ചു. നമ്മൾ ഈ ആദരിക്കുന്ന ഈ വലിയ മറ്റ് പദ്ധതികളിലുള്ള ഗുരുക്കന്മാർ അല്ലെങ്കിൽ മതസ്ഥാപകർ എന്നൊക്കെ പറഞ്ഞവർ ഈ 119 എണ്ണത്തിൽ ഏതെങ്കിലും ഒന്നിനെ സാക്ഷാത്കരിച്ച് വരണം. അത്രയ്ക്കും ഗഹനമാണ് നമ്മുടെ ധർമ്മത്തിൻ്റെ അടിത്തറ എന്ന് മനസ്സിലാക്കണം. നമുക്ക് തന്നത് എന്താ വെച്ചാൽ സ്വാതന്ത്ര്യം തന്നു ഭഗവാൻ. അതിൻ്റെ ദുരന്തമാണ് ധർമ്മം അനുഭവിക്കുന്നത്. വേണമെങ്കിൽ പോയാൽ മതി, വേണമെങ്കിൽ ജപിച്ചാൽ മതി, വേണമെങ്കിൽ തൊഴുതാൽ മതി, വേണമെങ്കിൽ ആചരിച്ചാൽ മതി. പിന്നെ ഒരു വിഭാഗം എന്ത് ചെയ്തു? ഒരു വിഭാഗം മുഴുവൻ ഇതൊക്കെ വേണ്ട വെച്ചു. ഇനി വേറൊരു വിഭാഗം എന്തായി? ജപിക്കുന്നതിൽ ശ്രദ്ധ, അത് ശരി, പൂജിക്കുന്നതിൽ മാത്രം ശരി, വിഗ്രഹത്തിൽ ആരാധിച്ചാൽ അതുമാത്രം ശരി. ഇങ്ങനെ പറഞ്ഞിട്ട് ഞാൻ സാധാരണ പറയാറുള്ള വരി, ഒരു നല്ല കറി ഉണ്ടാക്കണതിന് പകരം എൻ്റെ സ്പൂൺ കൊണ്ട് ഉണ്ടാക്കിയാൽ മാത്രമേ കറി നന്നാവുള്ളൂ, എൻ്റെ അടുപ്പിൽ വെച്ചാൽ മാത്രമേ കറി നന്നാവുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഉപകരണങ്ങളെ ആരാധിപ്പിക്കാൻ തുടങ്ങി. നമ്മളൊക്കെ ഉപകരണങ്ങളുടെ അടിമയായി. അതുകൊണ്ട് ഈ പദ്ധതികളുടെ അടിമയാവുമ്പോഴുള്ള പ്രശ്നം. ആത്യന്തിക ലക്ഷ്യം മറന്നു. ഭാഗവതം പഠിപ്പിക്കുന്നത് മുഴുവൻ ലക്ഷ്യം മാറരുത്, മാർഗങ്ങൾ എന്തോ ആയിക്കോട്ടെ, ലക്ഷ്യം ഈശ്വര സാക്ഷാത്കാരം മാത്രമാണെന്ന് പറഞ്ഞിട്ട് 7ാമത്തെ ഗുണം പറയണു. ഭഗവാന്റെ അനുഗ്രഹം കിട്ടാണ്ട എന്ന് പറയണവന് പോലും അത് എന്നെങ്കിലും ഒരിക്കൽ കിട്ടിയേ പറ്റൂന്ന്. ഇന്നെവിറ്റബിലിറ്റി ഡിവൈൻ ഗ്രേസിൻ്റെ. നമ്മൾ പറയണേ എനിക്ക് ഈശ്വരൻ്റെ അനുഗ്രഹമൊന്നും വേണ്ട എന്നിപ്പോൾ ഈ ജന്മത്തിൽ പറയായിരിക്കും. പക്ഷെ അടുത്ത ജന്മം, അതിൻ്റെ അടുത്ത ജന്മം നമുക്കറിയില്ല എന്താ സംഭവിക്കുകയെന്ന്. ഇവഞ്ച്വലി അവിടുന്ന് പുറപ്പെട്ട് വന്നവരൊക്കെ തിരിച്ചു പോയേ പറ്റൂ. കടലിൽ നിന്ന് തെറിച്ച് കരയിൽ വീണ എല്ലാ തുള്ളികളും ഏതെങ്കിലും ഒരു ദിവസം കടലിലേക്ക് തിരിച്ചു പോയേ പറ്റൂ. അതിനി കടൽ ജലം വന്ന് കൊണ്ടുപോയില്ലെങ്കിൽ ആവിയായിട്ട് മേലെ പോയിട്ട് മഴയായിട്ടെങ്കിലും കടലിൽ വന്ന് വീഴും. ആകാശാൽപതിതം തോയം സാഗരം പ്രതി ഗച്ഛതി. തുള്ളിയായിട്ടിരിക്കുമ്പോൾ നമ്മൾ പറയും ഞാൻ ഈ തുള്ളി, ആ തുള്ളി, ഈ തുള്ളി, തുള്ളി കടലിലേക്ക് വിടാം, ഞാൻ കടലാണ് പിന്നെ അല്ലേ. ആ അവസ്ഥയിലേക്ക് എത്തുക എന്നുള്ളത് ഇന്നവിറ്റബിളാണ്, അതിലിനി മാറ്റമില്ല. അത് എന്തായാലും എത്തിയിരിക്കും. അതുകൊണ്ട് ഇന്ന് നിരീശ്വരവാദി ആവട്ടെ, ഈശ്വരവാദി ആവട്ടെ, ആരോ ആവട്ടെ, പലരും പല സ്പീഡുകളിൽ എത്തും. ചിലർ ട്രെയിനിൽ പുറപ്പെടും, ചിലർ നടന്നാ പോണത്, ചിലർ സൂപ്പർസോണിക്കിൽ പോവും. ഇനിയിപ്പോൾ അപ്പോൾ ഹൈപ്പർ ലൂപ്പ് വരുന്നുണ്ട്. അങ്ങനെയൊക്കെ പോവും. പല മാർഗങ്ങളിൽ കൂടി ആൾക്കാരെത്തും. ചിലർ എത്തി കാത്തു നിൽക്കുന്നുണ്ടാവും നമ്മളെ, നമുക്ക് പറയാൻ പറ്റില്ല. പിന്നെ ഓരോ യുഗങ്ങളിലുമുള്ള ആരാധനകളെ കുറച്ചുകൂടെ വിസ്തരിച്ച് അവർ പറയണു. ഈ വിധത്തിൽ ആത്മജ്ഞാനം, നൈഷ്കർമ്മ്യസിദ്ധി, ഭക്തി, ഇത് 3 അടിസ്ഥാന ശിലകൾ മുഴുവൻ ചർച്ച ചെയ്യണം. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഈ നിമിനവയോഗി സംവാദം. ശരിക്കും മനസ്സിന് വലിയ ചാഞ്ചല്യം ഉണ്ടാകുന്ന സമയത്ത് നിമിനവയോഗി സംവാദം എടുത്തിട്ട് ആധ്യാത്മികമായിട്ട് അഭിരുചിയുള്ളവർ, അല്ലാത്തവർക്ക് അതൊരു മെഡിസിനായിട്ട് വർക്കാവുന്നറിയില്ല, ഇത് വായിച്ച് അർത്ഥവിചാരം ചെയ്യണത് വളരെ സുഖം, മനസ്സിന് വളരെ സുഖം നൽകും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വസുദേവൻ കടന്നു പോകുന്ന മെൻ്റൽ സ്റ്റേറ്റ് നമ്മളൊക്കെ കടന്നു പോകും ജീവിതത്തിൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ. ചിലവർക്ക് എന്താ, ഇപ്പോൾ വസുദേവനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ഒരു കുറ്റബോധം കൂടിയുണ്ട്.
ഉപാസനയിൽ കുറ്റബോധം വന്നാൽ ഭയങ്കര കുഴപ്പമാണ്. അദ്ദേഹത്തിൻ്റെ കുറ്റബോധം എന്താ വെച്ചാൽ, ഈ ബ്രഹ്മം നമ്മുടെ ഒപ്പം ഇത്രയും കാലം ഉണ്ടായിട്ട് ഞാൻ മകനെ എന്ന് വിളിച്ച് നേരം കളഞ്ഞില്ലേ എന്നാണ്. ആ നേരം കളഞ്ഞതിൻ്റെ വിഷമാണ് അദ്ദേഹത്തിന്. അത് അദ്ദേഹത്തിനെ വിട്ടു പോകുന്നില്ല. അപ്പം ഇതിനെ തുടർന്നിട്ടാണ് ഈ നിമിന്നവയോഗി സംവാദത്തിൻ്റെ തുടർച്ചയായിട്ടാണ് ദേവന്മാർ വന്നിട്ട് സ്തുതിക്കുന്നത് ഭഗവാനെ. വസുദേവർക്ക് മനസ്സ് അടങ്ങി നിമിയുടെയും നവയോഗിമാരുടെയും ആ വർത്തമാനമൊക്കെ കേട്ട് അതിൻ്റെ വിസ്തരിച്ചിട്ടുള്ള നാരദൻ്റെ വർണ്ണന കേട്ടിട്ട് അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള സംശയങ്ങളൊക്കെ നീങ്ങി ഇനി മോക്ഷാവാം എന്നുള്ള ഘട്ടമെത്തുമ്പോൾ യാദവ വംശത്തിനുള്ള നാശത്തെ കാണിക്കുന്ന ആ ഒരു ട്രിഗറിങ് ഇൻസിഡൻറ്റ് നടന്നു. അടുത്തതായിട്ട് ഭഗവാനെ വന്ന് ഓർമ്മിപ്പിക്കണം. ഭഗവാനെ വൈകുണ്ഠത്തു നിന്ന് വിളിച്ചു കൊണ്ടുവന്ന പോലെ നമ്മൾ തന്നെ പോയിട്ട് അദ്ദേഹത്തിനോട് പറയണം, ഭഗവാനെ പോകാൻ സമയമായി, ഇല്ലെങ്കിൽ പോവില്ല. ഞാൻ നേരത്തെ പറഞ്ഞു, ഭഗവാൻ നിർഗുണനാണ്, ബ്രഹ്മാണ്, അദ്ദേഹത്തിന് പ്രകൃതിയായിട്ട് ബന്ധമില്ല. അദ്ദേഹത്തിൽ നിന്ന് ഉണ്ടായതാണ്, അദ്ദേഹത്തിനെ ആവരണം ചെയ്ത് നിൽക്കുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിന് ബന്ധമില്ല. അതുകൊണ്ട് ഈ പ്രപഞ്ചത്തിൽ നടക്കണത് അദ്ദേഹം അറിയില്ല. അദ്ദേഹത്തിന് ബന്ധം പുരുഷൻ കണ്ടുകൊണ്ടിരിക്കുക എന്നല്ലാണ്ട് ആ കാണുന്നതിന് റെസ്പോൺസോ വികാരമോ ഒന്നും അതിലില്ല. അതുകൊണ്ടാണ് അതിനെ ബോധവസ്തു എന്ന് വിളിക്കുന്നത്. നമ്മുടെ വിചാരം ഇതൊരാളാണ്, ഈ കണ്ണും മൂക്കും ഒക്കെ ഉള്ള ഒരാളാണ്. അങ്ങനെ അല്ലാതെ അതിന് നമ്മൾ ഒരു ഗുണരൂപം കൊടുക്കുകയാണ്. ഇത് വ്യക്തമായിട്ട് മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഈശ്വരനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ അറിയിക്കണം. പശുരൂപത്തിലുള്ള പൃഥ്വി ബ്രഹ്മാദികളെയൊക്കെ കൂട്ടി ചെന്നിട്ട് പറയണം, എൻ്റെ ഭൂമണ്ഡലത്തിൽ പരമദുഷ്ടന്മാർ വർദ്ധിച്ചിരിക്കുന്നു, അങ്ങ് വന്ന് രക്ഷിക്കണം പറയുമ്പോൾ ഭഗവാന് കുറച്ച് സമയത്തേക്ക് ദ്വൈതഭാവം വരും മനസ്സിൽ. ആ ദ്വൈതഭാവം വരുന്നത് കൊണ്ട് മാത്രമാണ് ഭഗവാൻ അവതാരം എടുക്കണമെന്ന് ഞാൻ ഇന്നലെ പറഞ്ഞു. ആ ദ്വൈതഭാവം ഏത് നിമിഷം ഭഗവാനിന്ന് പോകുന്നോ ആ സെക്കൻഡിൽ ശരീരത്തെ കളഞ്ഞ് അദ്ദേഹം പരമധാമത്തിലേക്ക് ചെന്ന് വീണ്ടും ബോധാവസ്ഥയിലേക്ക് പോകും, ബോധവസ്തുവായിട്ട് മാറും. അത് ഭഗവാന്റെ റിയലൈസേഷനാണ്. ആ ശരീരത്തിലിരിക്കുന്ന ഭഗവാന്റെ റിയലൈസേഷനാണ് സംഭവിക്കുന്നത്. അപ്പോൾ കൃഷ്ണൻ്റെ വൈകുണ്ഠാരോഹണം നടക്കണം. ശരിക്കും ശ്രീകൃഷ്ണന് സ്വർഗാരോഹണം എന്ന് പറയുന്നത് തെറ്റാണ്. സ്വർഗം പുണ്യങ്ങളുടെ ഫലം അനുഭവിക്കണ വെറും ഒരു റിസോർട്ട് മാത്രമാണ്. നമ്മളേതൊരു റിസോർട്ടിൽ കുറച്ച് ദിവസം പോയി വാടകയ്ക്ക് കാശ് കൊടുത്ത് താമസിക്കുന്ന പോലെയാണ് സ്വർഗത്തിൽ പോകും. വൈകുണ്ഠം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സകല സംശയങ്ങളും ഒടുങ്ങുന്ന സ്ഥലമാണ്, ബ്രഹ്മജ്ഞാനാണ്. അപ്പോൾ ഭഗവാന്റെ സ്വധാമയാത്ര എന്നുള്ള ഇതിനുള്ള ഇൻട്രോ ഇട്ട് വയ്ക്കുന്നത് ഇത് പറഞ്ഞിട്ടാണ്. അതിനുശേഷം ഭഗവാൻ പോകുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ ഭഗവാന്റെ മനസ്സിലിരിപ്പ് നന്നായിട്ടറിയുന്ന ഉദ്ധവൻ കരഞ്ഞുകൊണ്ട് ഭഗവാന്റെ അടുത്ത് ചെന്നിട്ട് പറയും, അങ്ങ് എന്തൊക്കെയോ തീരുമാനിച്ചുറച്ചിരിക്കണു, എനിക്ക് അങ്ങേ മനസ്സിലാവുന്നുണ്ട്. ജ്ഞാനസ്വരൂപമായിരിക്കണവന് ഈശ്വരൻ എന്ത് ചിന്തിക്കണമെന്ന് അറിയാൻ പറ്റും. സിദ്ധന്മാർ പറയും, അഗസ്ത്യ മഹർഷി പറഞ്ഞിട്ടുണ്ട്, ലോകത്ത് നടക്കണ കാര്യങ്ങളൊക്കെ ലോകത്തുള്ളവരൊക്കെ എന്തൊക്കെ ചിന്തിക്കണോ പ്രവർത്തിക്കണമെന്ന് ശിവനുക്ക് തെരിയും, ശിവനുക്ക് തെരിയണ വിഷയങ്ങളെല്ലാമേ സിദ്ധനുക്ക് തെരിയുന്നു. ശിവൻ അറിയണ വിഷയങ്ങളൊക്കെ സിദ്ധൻ അറിയുന്നു. ഭഗവാനുമായിട്ട് ആ ബന്ധത്തിലിരിക്കണവൻ ഭഗവാൻ ചിന്തിക്കുന്നത് അറിയും. ഉദ്ധവൻ അത് അറിഞ്ഞു, ഉദ്ധവൻ അത് മനസ്സിലായി. പക്ഷെ ഉദ്ധവൻ അത് താങ്ങാനുള്ള കെൽപ്പില്ല. ഉദ്ധവനിൽ മായയുടെ സ്പർശമുണ്ട്. ഭഗവാന്റെ രൂപമാകുന്ന മായയിൽ ഉദ്ധവൻ കുടുങ്ങി കിടക്കണം. അതും മായയാണ്. രൂപത്തിലുള്ള ആരാധനയും മായയാണ്. അപ്പോൾ അതും ബ്രേക്ക് ചെയ്യണം. അതിനു വേണ്ടി എനിക്ക് അങ്ങേ വിട്ടുപോകാൻ പറ്റില്ല, അങ്ങ് എങ്ങോട്ട് പോവുകയാണെങ്കിൽ എന്നെ കൊണ്ടുപോകണം എന്നാണ് പറഞ്ഞു. ഞാനും വരണു എന്ന് പറഞ്ഞ കരയണ ഉദ്ധവനെ ഭഗവാൻ നമ്മൾ ഈ കഴിഞ്ഞ 10 സ്കന്ധങ്ങളിലായിട്ട് പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ വീണ്ടും ഓർമ്മപ്പെടുത്തുന്നത്. ജ്ഞാനിയായാലും നമുക്ക് അറ്റാച്ച്മെൻറ്റ് വരും. എന്ത്? ആത്യന്തികമായിട്ട് ഭഗവാന്റെ രൂപത്തിനോട് അറ്റാച്ച്മെൻറ്റ് വരും. അതിനെയും പൊളിക്കണം. അതുകൊണ്ട് ഈ അറിവിനെ കൊടുത്തിട്ട് തൻ്റെ ശരീരം നശിക്കുന്നതിന് മുമ്പ് തന്നെ ഉദ്ധവനെ ബദരിക്ക് പറഞ്ഞയക്കണം. ബദരി എപ്പോഴും നിർവ്വാണത്തിൻ്റെ സ്ഥലമാണ്, നിരാകാര ബ്രഹ്മത്തിനെ നിർഗുണമായിട്ട് ഉപാസിക്കേണ്ടതിൻ്റെ സ്ഥലമാണ്. ഭഗവാൻ എല്ലാവരും ബദരിക്കാൻ പറഞ്ഞിരിക്കുക. എന്നിട്ട് അവസാനം പറയുന്നത്, ഞാൻ നിന്നെ അവിടെ കണ്ടോളാം, സാക്ഷാത്കരിക്കാൻ പറ്റും നിനക്ക് എന്നെ അവിടെ. ഉദ്ധവനെ അവിടുന്ന് പറഞ്ഞയക്കുകയാണ്. അതുകൊണ്ടാണ് ഉദ്ധവൻ ആ മെതിയടി വാങ്ങി തലയിൽ വെച്ച് തിരിഞ്ഞു നോക്കി. അത് രൂപത്തിൽ നിന്ന് വിടുമ്പോഴുള്ള വേദനയാണ്. ആ രൂപത്തിൽ നിന്ന് ഇങ്ങനെ വിട്ടു പോകുമ്പോഴുള്ള വേദനയാണത്. നമുക്ക് ഭഗവാൻ നമ്മളെ ഏറ്റവും സ്നേഹിക്കുന്ന വസ്തുവല്ലേ ഗുരുവായൂരപ്പൻ്റെ ശരീരം. അപ്പോൾ അത് കൺമുന്നിൽ നിന്ന് മറിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഹിക്കില്ല. അതുകൊണ്ട് തിരിഞ്ഞു നോക്കി പോയതാണ്. പക്ഷേ ഒന്ന് ആലോചിച്ച് നോക്കൂ,
ഭഗവാൻ അറിയാം ഉദ്ധവന് ഡിഫിക്കൽട്ടാണ്, എന്നാലും നമ്മുടെ ലോകനന്മയ്ക്ക് വേണ്ടിയിട്ട് അദ്ദേഹം നമുക്ക് അനവധി വിഷയങ്ങൾ അതിൽ കൂടെ പറഞ്ഞു തരുന്നു. അതിൻ്റെ ഒരു ചുരുക്കം മാത്രം വായിച്ചിട്ട് 2-3 മിനിറ്റുണ്ട്. ഞാൻ ഉച്ചയ്ക്ക് ശേഷം ഉദ്ധവഗീതയുടെ ഒരു രത്നച്ചുരുക്കം പറയാം. അതൊരു മഹദതിക്രമമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെറും 45 മിനിറ്റോ 1 മിനിറ്റോ കൊണ്ടൊക്കെ ഉദ്ധവഗീത പറയേണ്ടി വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാനെ അപമാനിക്കണേ തുല്യമാണ്. എന്നാലും അതിൻ്റെ ഒരു ചാറ് നമുക്ക് കിട്ടണം, കിട്ടാതിരിക്കാൻ പറ്റില്ല. ഇപ്പം ആചാര്യൻ വായിച്ച് നിർത്തിയിരിക്കുന്നത് ഭഗവാൻ പറഞ്ഞു തുടങ്ങി 23-ാമത്തെ അധ്യായത്തിലെ ഭിക്ഷുവിൻ്റെ ഗീത വരെയാണ്. ഇവിടെ ഭഗവാൻ ഉദ്ധവൻ്റെ അടുത്ത് ജ്ഞാനോപദേശം തുടങ്ങുമ്പോൾ ആദ്യം യദുമഹാരാജാവും വഴിയിൽ ഒരു അവധൂതനെ കാണുന്നത് ദത്താത്രേയനെ കാണുമ്പോൾ, ദത്താത്രേയൻ വീണ്ടും വന്നു, പണ്ട് പ്രഹ്ലാദനെ കണ്ടിട്ടുണ്ട്, 24 ഗുരുക്കന്മാർ തനിക്കുണ്ടായിരുന്നൊരു കഥ പറയണം. പ്രകൃതിയിലെ 24 ഗുരുക്കന്മാരെ കുറിച്ച് പറഞ്ഞു കൊടുക്കണം. അതിൽ പെരുമ്പാമ്പ് തൊട്ട് പിങ്കള എന്ന് പറയുന്ന വേശ്യ ആയിട്ടുള്ള 9 ഗുരുക്കന്മാരുടെ കഥയാണ് ആദ്യം വരിക. അത് കഴിഞ്ഞ് കുരരം, ഒരുതരം കഴുകനാണ്, ആ കുരരപ്പക്ഷിയുടെ തൊട്ടിട്ട് വേട്ടാളൻ വരെയുള്ള 7 ഗുരുക്കന്മാരുടെ വർണ്ണന വരണു. അവധൂതൻ്റെ ആഖ്യാൻ അവിടെ കഴിയണു. അതിനുശേഷം ഉദ്ധവൻ ഓരോ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അത് ഞാൻ അടുത്ത സെഷനിൽ ഉദ്ധവൻ ചോദിച്ച ചോദ്യങ്ങളൊക്കെ പറയാം. ആത്മാവിൻ്റെ സംസാരബന്ധം ദേഹത്തിനോടുള്ള ബന്ധത്തിൽ നിന്നാണ് ഉണ്ടാവുന്നത് എന്ന് പറഞ്ഞു കൊടുക്കണു. ഈ ലോകം മിഥ്യയായിട്ടാണെന്ന് കാണാൻ എങ്ങനെയാണ് മിഥ്യയാണെന്ന് അറിയേണ്ടതെന്ന് ഭഗവാൻ പഠിപ്പിച്ചു കൊടുക്കണു. അതിനുശേഷം ബദ്ധനായിട്ടുള്ളവൻ, ബന്ധത്തിൽ കട്ടുപ്പെട്ടവനായിട്ടുള്ളവൻ, മായയിൽ കുടുങ്ങിയവൻ, അവൻ്റെയും അതിൽ നിന്ന് രക്ഷപ്പെട്ടവൻ്റെയും മുക്തൻ്റെയും, ബദ്ധനും മുക്തനും, ബദ്ധൻ്റെയും മുക്തൻ്റെയും ലക്ഷണം പറഞ്ഞു കൊടുക്കണു. ഒരാളെ കണ്ടാൽ എങ്ങനെയാണ് അവൻ ബദ്ധനാണോ അവൻ മുക്തനാണോ എന്ന് തിരിച്ചറിയുക. ഭക്തി ഉണ്ടാവാനായിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്യണം, സത്സംഗത്തിൻ്റെ മഹിമ, അത് കഴിഞ്ഞിട്ട് തൻ്റെ പ്രസിദ്ധമായിട്ടുള്ള ഹംസാവതാരത്തിൻ്റെ കഥ പറഞ്ഞു കൊടുക്കണം ഹംസമായിട്ട്. കാരണം ഭാഗവതം പരമഹംസ സംഹിതയാണ്. അത് അവസാനിപ്പിക്കുമ്പോൾ ഞാൻ പറയാം എന്തുകൊണ്ടാണ് പരമഹംസ സംഹിത ഓരോ സ്കന്ധം എടുത്തിട്ട് പറയാം. ആ ഹംസരൂപേണ സനകാദികൾക്ക് ഉപദേശത്തെ ചെയ്തത് പറയണു, ഭക്തിയുടെ മഹത്വം പറയണു, ധ്യാനയോഗത്തിൻ്റെ വർണ്ണന പറയണു. ഇത് ഭഗവത്ഗീത 6-ാമത്തെ അധ്യായത്തിലെ ധ്യാനയോഗത്തിൻ്റെ വേറൊരു രൂപമാണ്. സിദ്ധികളുടെ വർണ്ണന, എന്തൊക്കെ സിദ്ധികൾ വരും ഉപാസനയിൽ, അതിനെ പക്ഷേ എങ്ങനെ തിരസ്കരിക്കണം. ലക്ഷ്യം ഭഗവാൻ മാത്രമാണ്, സിദ്ധികളുടെ പുറകെ പോരുത്. ഭഗവാന്റെ വിഭൂതികളുടെ വർണ്ണന, ഭഗവാൻ പ്രപഞ്ചത്തിൽ ഓരോ വസ്തുക്കളിലും ഏറ്റവും മികച്ചതായിട്ട് എങ്ങനെ നിൽക്കണു, വിഭൂതിയോഗം തന്നെ, ഗീതയുടെ വിഭൂതിയോഗത്തിൻ്റെ വേറെ രൂപം. വർണ്ണധർമ്മങ്ങളുടെ നിരൂപണം, ബ്രഹ്മചാരി എങ്ങനെ ജീവിക്കണം, ഗൃഹസ്ഥൻ എങ്ങനെ ജീവിക്കണം, വാനപ്രസ്ഥൻ എങ്ങനെ ജീവിക്കണം, സന്യാസധർമ്മം വിസ്തരിച്ചിട്ട് പറയണു. അതിനുശേഷം യമനിയമാദികൾ പറയണു. ദ്രവ്യം, മെറ്റീരിയലുകളുടെ ഗുണം. ഇപ്പോൾ നേരത്തെ അമ്മ പറഞ്ഞില്ലേ നമ്മുടെ പൂജയ്ക്കൊക്കെ ഉള്ള ദ്രവ്യശുദ്ധി ഇല്ല എന്ന്. ദ്രവ്യങ്ങളുടെ മൊത്തത്തിൽ പ്രപഞ്ചത്തിൽ നമ്മളുമായിട്ട് വ്യവഹാരത്തിൽ വരുന്ന എല്ലാ ദ്രവ്യങ്ങളുടെയും ശുദ്ധാശുദ്ധങ്ങളെക്കുറിച്ച് പറയണു. അതിനുശേഷം ദേശകാലാദികളെക്കുറിച്ചുള്ള ഗുണദോഷവർണ്ണ, തത്വങ്ങളുടെ സംഖ്യ, പ്രകൃതി പുരുഷ വിവേകം, ഇതൊക്കെ കപില മഹർഷി പണ്ട് അമ്മയ്ക്ക് പറഞ്ഞു കൊടുത്തതിനെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഒരു ഭിക്ഷക്കാരനായി പോയിട്ടുള്ള ഒരു പിശുക്കനായ കാശുകാരൻ്റെ കഥ പറഞ്ഞിട്ട് അയാൾ ജീവിതത്തിൽ പഠിച്ച പാഠങ്ങൾ പാടുന്നത് ഒരു ഗാനമായിട്ട് ഭഗവാൻ പറഞ്ഞു. അതിനെ ഭിക്ഷുഗീത എന്ന് പറയും. അതുവരെയാണ് ആചാര്യൻ വായിച്ചു നിർത്തിയിരിക്കണം. അതിനുശേഷം സാഖ്യയോഗത്തിനെ വർണ്ണിക്കും. സ്വത്വാദി ഗുണത്രയങ്ങൾ, ഈ സത്വം രജസ് തമസ് തുടങ്ങിയിട്ടുള്ള ഗുണങ്ങളുടെ നിരൂപണം, എങ്ങനെ അത് നമ്മുടെ ഉള്ളിൽ തിരിച്ചറിയണം എന്ന് ഭഗവാൻ പഠിപ്പിച്ചു തരും. അതിനുശേഷം പണ്ട് ആടുകളെ അന്വേഷിച്ചിട്ട് ഉർവശി ഓടിച്ച നഗ്നനായ പുരൂരവസ് ജീവിതത്തിൻ്റെ വ്യർത്ഥത തിരിച്ചറിഞ്ഞിട്ട് പാടിയ പാട്ടുണ്ട്. അതിനെ ഏളഗീത എന്ന് പറയും. ബുധന് ഇളയിൽ ജനിച്ചതുകൊണ്ട് അദ്ദേഹത്തിന് ഏളെന്ന് പേരുണ്ടായിരുന്നു. ആ ഏളഗീത പറയണു. അതിനുശേഷം ക്രിയായോഗത്തിൻ്റെ വർണ്ണന പറയണു. പരമാർത്ഥത്തിൻ്റെ നിരൂപണം, എങ്ങനെ പരമാർത്ഥ സത്യത്തിനെ തിരിച്ചറിയണമെന്ന് പറയണു. ഉപദേശത്തിനെ ഉപസംഹരിച്ചിട്ട് ഉദ്ധവ ഇനി നീ ഇവിടെ നിൽക്കരുത്, നീ തിരിച്ചു പോ, നീ ബദരിയിലേക്ക് പോകുമെന്ന് പറഞ്ഞിട്ട് പറഞ്ഞയക്കുന്ന ഭഗവാന്റെ മെതിയടിയായിട്ട് ഉദ്ധവൻ അവിടെ നിന്ന് പോകുന്നു. യദുകുലത്തിനെ ഭഗവാൻ സംഹരിക്കുന്നു. ആ ഭയങ്കരമായിട്ടുള്ള തീർത്ഥാടനം നടക്കലും പ്രഭാസത്തിൽ വെച്ചിട്ട് എല്ലാവരും മദ്യപിച്ച് കലഹിക്കുന്നതും ഭഗവാൻ, ബലരാമൻ കുറേ പേരെ കൊല്ലുന്നു, ബലരാമൻ ശരീരം വിടുന്നു. അതിനുശേഷം ഭഗവാൻ അവശേഷിച്ചവരെയും വധിച്ചിട്ട് ഏകാന്തമായിട്ട് സ്ഥലത്ത് പോയിരിക്കുമ്പോൾ അസ്ത്രമേറ്റ് ശരീരത്തെ ത്യജിക്കുന്നതും ഒക്കെ അതിനുശേഷം വരും. ഇതാണ് ഇത്രയും ആകുമ്പോഴേക്കും 11-ാമത്തെ സ്കന്ധം കഴിയും. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. ഗുരുവായൂരപ്പ, ഗുരുനാഥ, സർവേശ്വര, സ്വാമിയേ ശരണമയ്യപ്പ.